ജയ് ശങ്കശക്തി. കോൺഗ്രസിൽ ഇനിയും താമരകൾ വിടരുവാനുണ്ട് എന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കോൺഗ്രസിന് അങ്ങനെ തന്നെ വേണം. അതേ സുഹൃത്തുക്കളെ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒറ്റക്കൊമ്പനെ തളയ്ക്കുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തോട്ടിക്ക് ആക്കുമോ? നമ്മുടെ തിരുവഞ്ചൂർ ജി ഒരു വാഗ്ദാനമാണ്. ഭാവിയിൽ മോഹൻ ഭാഗവത് ഒക്കെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. കോട്ടയത്തിനും വേണ്ടേ ഒരു മോഹൻ ഭാഗവത്? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? കോട്ടയത്തെ ആ ആകാശപാതയിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി ആടിക്കൂടെ ജിക്ക്? അരുതേ, ആകാശപാതയിൽ തൊട്ട് കളിക്കരുതേ. RSSകാരെ ചുമ്മാ അങ്ങ് പുകഴ്ത്തുക, RSSകാരെ പുകഴ്ത്തി എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവുക, എന്നിട്ട് ഒരു എളുപ്പം കൂടാതെ ചിരിക്കുക. ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെയാണ് മൂപ്പരുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. കോൺഗ്രസിന്റെ ഒരു ഭാഗ്യേ. പിണുവിന്റെ പറഞ്ഞാ പോയാല് അടുത്ത ആഭ്യന്തരമന്ത്രി ആകാനുള്ള ആളാ ജി ആഭ്യന്തരമന്ത്രി ആയാല് എല്ലാ പോലീസുകാർക്കും പാന്റ് മാറ്റി ട്രൗസർ ആക്കും. പോരാത്തതിന് വെയിലത്ത് വെക്കുന്ന പോലീസുകാർക്ക് ഓരോ കരിക്കും കൊടുക്കും. എന്തുവാ റിഫാൻ മമ്മദാനോ? ആരിഫ് മുഹമ്മദ് ഖാൻ. അതാണ് കേരള ഗവർണർ, കേരള സിംഗം എന്നൊക്കെ പറഞ്ഞ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാവിക്കോണകം ഉടുത്ത് നിസ്കരിക്കാൻ മടിയില്ലാത്ത പരമസംഖ്യയെ പുകഴ്ത്തി ആകാശത്തോളം എത്തിച്ച ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAക്ക് നല്ല നമസ്കാരം. ഇന്ത്യയെ ഒന്നാകെ വിഴുങ്ങിക്കളയാം എന്ന വ്യാമോഹവുമായിട്ട് കൊട്ടും പാട്ടും പുറപ്പാടുമായിട്ട് ഒരുമ്പട്ടിറങ്ങിയ സംഘിക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ കൊത്തിണങ്ങി പ്രവർത്തിക്കുന്ന ചില പാഷാണത്തിൽ കൃമികളെ തങ്ങളുടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക്, ബംഗാളാകട്ടെ, തമിഴ്നാടാകട്ടെ, കേരളമാകട്ടെ, ഇവിടങ്ങളിൽ ഗവർണർമാരെ നിയമിക്കുക എന്ന നയമായിരുന്നു BJP സ്വീകരിച്ചിരുന്നത്. രാജ്ഭവനുകളിലെ തണുപ്പും സുഖലോലുപതയും അനുഭവിച്ച് സ്വന്തം പള്ള വീർപ്പിച്ച് ഒതുങ്ങിക്കൂടി ഇരിക്കുകയല്ല ഈ ഗവർണർമാർ ചെയ്തത്. പിന്നെയോ ആ സംസ്ഥാനത്തെ ഭരണവാഴ്ചയെ, സർക്കാർ വാഴ്ചയെ പ്രതികൂലമായി ബാധിക്കും വിധത്തിലുള്ള പെരുമാറ്റങ്ങളായിരുന്നു ഈ ഗവർണർ ഭൂതങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടായത്. ഈ CV ആനന്ദബോസും RM രവിയും ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ തമ്മിൽ സ്വയം ഒരു പന്തയം തന്നെ ഉണ്ടായിരുന്നു. തങ്ങളിൽ ആരാകും ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ സ്വൈര്യം കെടുത്തിയത് എന്ന ഒരു കാര്യത്തിൽ എവറോളിംഗ് ട്രോഫി ഞാൻ അടിച്ചെടുക്കും ഇല്ല ഞാൻ അടിച്ചെടുക്കും എന്ന് പറഞ്ഞുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഈ മൂവർക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ മത്സരത്തിൽ അല്പം ഒന്ന് തട്ടുപൊങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആരിഫ് മുഹമ്മദ് ഖാന്റെ ആണ് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഏത് തൊട്ടിത്തരമായാലും എന്ത് തെമ്മാടിത്തരമായാലും എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട് എന്നൊരു ലൈനായിരുന്നു നമ്മുടെ ഖാൻ ചേട്ടന്റേത്. ഖാൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കേന്ദ്രത്തെ കാണുന്നുണ്ടായിരുന്നു. മുൻപ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ വന്ന സമയത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരുടെ പട്ടികയിൽ നമ്മുടെ ഈ മുഹമ്മദ് ഖാൻ ചേട്ടന്റെ പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ എന്തുകൊണ്ടോ കേന്ദ്രം ആ സ്ഥാനം നമ്മുടെ ആരിഫ് മുഹമ്മദ് സാറിന് കൊടുത്തില്ല. കൊടുക്കാത്തത് മനഃപൂർവ്വമാവാനേ സാധ്യതയുള്ളൂ. കാരണം പേരിന് പോലും അങ്ങനെ ഒരു മുസ്ലിം നാമധാരിയെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിലേക്ക് എത്തിപ്പിക്കുക എന്ന കാര്യം നമ്മുടെ ജിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാമല്ലോ. പിണറായി ഭരണം കേരളത്തിന്റെ മുച്ചൂടും പിഴുതുകൊണ്ട് പോകും എന്നൊരവസ്ഥയിൽ നിൽക്കെ ഇനി എന്താണ് മറ്റൊരു മാർഗം എന്ന് ആലോചിച്ച് ജനങ്ങളാകെ നാല് ദിക്കും നോക്കിയിരിക്കുന്ന അവസ്ഥ. അടുത്ത 5 കൊല്ലത്തേക്ക് ആരാകും കേരളത്തിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് വരിക എന്ന കാര്യത്തിൽ വലിയ തർക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് UDF ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ കോട്ടയം MLA തിരുവഞ്ചൂർ സാർ ഒരു പ്രസ്താവന അങ്ങ് ഇറക്കിയത്. അടുത്ത 5 കൊല്ലവും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വേണം കേരളത്തിന്റെ ഗവർണറായിട്ട് വരുവാനെന്ന്. അതായത് ഈ പിണറായി ഗവൺമെന്റിനെതിരെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കി വെച്ച പല സ്വൈര്യക്കേടുകളും തങ്ങൾക്ക് കൂടി അനുഭവിക്കാനുള്ള മഹാഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് അരുൾ ചെയ്ത് തരണം ആരിഫ് സാറേ എന്ന് കാലിൽ വീണങ്ങ് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള MLAയുടെ അഭിപ്രായം തന്നെയാണോ കോൺഗ്രസിനുമുള്ളത്? ഉള്ളത് എങ്കിൽ വളരെ ഉത്തമമായ കാര്യമാണ്. അങ്ങനെ തന്നെ വേണം. കോൺഗ്രസിന് അങ്ങനെ തന്നെ വേണം. തിരഞ്ഞെടുപ്പ് ഏതായാലും തങ്ങൾക്ക് വേണം RSSന്റെ വോട്ട് എന്ന് പറയുന്ന ഒരു ലൈനാണ് നമ്മുടെ ഈ തിരുവഞ്ചൂർ സാറ്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ, കോട്ടയത്തെ പ്രധാനപ്പെട്ട RSS ശാഖയിൽ ചെന്ന് വോട്ട് ചോദിക്കാൻ മൂപ്പർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആ തിരുവഞ്ചൂർ സാറിന്റെ തിരുവായിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വചനം ഒഴിയപ്പെട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതപ്പെടാനുള്ളൂ? അതെ, അങ്ങനെ തന്നെയാണ്. സർക്കാരിന്റെ പരമപ്രധാനമായിട്ടുള്ള നിയമങ്ങൾക്കെല്ലാം, സർക്കാരിന്റെ പരമപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾക്കെല്ലാം അള്ളുവെച്ച, നിയമസഭയിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ലാതെ പാസാക്കിയെടുത്ത ബില്ലുകളെല്ലാം സ്വന്തം അടിഭാഗത്തെവിടെയോ ഒളിപ്പിച്ചു വെച്ച ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ സർവകലാശാലകൾക്കും അള്ളുവെക്കുകയുണ്ടായി. ആ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റുകളിലേക്ക് സ്വന്തം സംഘ അനുചരന്മാരെ എല്ലാം തിരികെ കയറ്റുവാൻ മുൻപന്തിയിൽ നിന്നയാളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെയുള്ള ഈ ആരിഫ് മുഹമ്മദ് ഖാനെ സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലകൾക്ക് മേൽ സർക്കാരിന്റെ ആധിപത്യം, അധികാരം പരമപ്രധാനമായി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് കേരള നിയമസഭ പാസാക്കിയ ബില്ലിന് പോലും അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ, അനുകൂലമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ മാറ്റിവെച്ച ഈ ഗവർണറോടാണ് തിരുവഞ്ചൂരിന് ഇപ്പോൾ വല്ലാത്ത പ്രേമം. എന്തായാലും അവരുടെ പ്രേമസല്ലാപങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു കൊള്ളുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഗവർണർ കേരളത്തിന് മേൽ വാരി വിതറിയ കറ അത്രയ്ക്കൊന്നും ചെറുതല്ല, അത്രയ്ക്കൊന്നും വില കുറച്ച് കാണേണ്ടതുമല്ല, അത്രയ്ക്കൊന്നും പെട്ടെന്ന് മറക്കാനാകുന്നതുമല്ല. എന്തുകൊണ്ടാണ് തിരുവഞ്ചൂരിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എനിക്കതിനെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം, ഈ സൂര്യകാലിനി മന എന്ന് പറയുന്നത് അത് പണ്ടുകാലം തൊട്ട് പ്രേതങ്ങളെയും പിശാചുകളെയും ഒക്കെ ആവാഹന ഉച്ചാടനം നടത്തി ഭയങ്കര ഘോരമായിട്ടുള്ള ശബ്ദങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ മുഴക്കിയിരുന്ന ഒരു തറവാടായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സൂര്യകാലിനി മനയിലെ തന്ത്രിയെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അത്തരത്തിൽ അങ്ങേര് പണ്ടെപ്പോഴോ പിടിച്ചു വെച്ചിരിക്കുന്ന ഭൂതങ്ങളോ പ്രേതങ്ങളുടെയോ വല്ലോ ആവേശം ഈ MLAക്ക് തിരുവഞ്ചൂരിന് മേൽ ഉണ്ടായത് കൊണ്ടാകാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രേമസല്ലാപം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഘപിശാചിനോട് നടത്തുവാൻ ഇയാൾക്ക് തോന്നിയത്. ജയ് ശംഖശക്തി, കോൺഗ്രസിൽ ഇനിയും താമരകൾ വിടരുവാനുണ്ട് എന്നല്ലേ തിരുവഞ്ചൂർ സാർ ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. എന്തായാലും അത് അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. അതങ്ങനെയൊക്കെ ആയാൽ കോൺഗ്രസിന് കുറെ കൂടി അക്ഷരശുദ്ധിയോടെ ഒരു മന്ത്രിയെ ലഭിക്കുന്നതാകും. പണ്ടു പുരാതന കാലം തൊട്ടേ A ഗ്രൂപ്പിന്റെ അമരക്കാരനായിട്ട് സ്വയം ഭാവിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെയാണെന്ന് ധരിപ്പിക്കുകയും ചെയ്തിരുന്ന തിരുവഞ്ചൂർ ഒരിടയ്ക്ക് സതീശൻ ഗ്രൂപ്പിന്റെ മേജറായിട്ട് പരമോന്നതമായിട്ടുള്ള ആ ഒരു സ്ഥാനം അലങ്കരിക്കുവാൻ വേണ്ടി മുതിർന്ന് ഇറങ്ങിയതാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് പഴയ A ഗ്രൂപ്പിനോട്ട് പാരകൾ വെക്കുവാനും തിരുവഞ്ചൂരിന് മടിയുണ്ടായില്ല. വരുന്ന അവസരങ്ങൾക്കൊത്ത്, വരുന്ന സാഹചര്യങ്ങൾക്കൊത്ത് കാലുമാറാനും നട്ടല് മാറ്റി വയ്ക്കുവാനും ഒരു മടിയുമില്ലാത്ത തിരുവഞ്ചൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ ആ ഒരു മഹാനുഭാവന്റെ മനസ്സിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണകൾ ഉണ്ടാവുന്നുണ്ട്. അതേ സുഹൃത്തുക്കളെ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒറ്റക്കൊമ്പനെ തളയ്ക്കുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ത് തോട്ടിക്ക് ആകുമോ? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വരാൽ മത്സ്യം തിരുവഞ്ചൂരിന്റെ ചൂണ്ടയിൽ കൊളുത്തുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കേരള സമൂഹം, കേരള രാഷ്ട്രീയ സമൂഹം കാത്തിരിക്കുകയാണ്. തീർച്ചയായും പൗരത്വ ഭേദഗതി ബില്ലിന് ഒരു മടിയും കൂടാതെ സപ്പോർട്ട് ചെയ്ത ആണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ജി. രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ അംഗീകരിക്കുന്ന, പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കണമെന്ന് ഘോരം സംസാരിക്കുന്ന ആണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ജി. ആ ജിയോടാണ് നമ്മുടെ തിരുവഞ്ചൂർ ജി പുകഴ്ത്തലുമായി ചെന്ന് കണ്ടുമുട്ടിയത്. രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം എന്ത് വിധേന നടപ്പാക്കും എന്ന് പറഞ്ഞ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ജിയെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജി പുകഴ്ത്തി എങ്ങോ കൊണ്ടുപോയത്. ഇതുവരെയും പാവം താഴെ ഇറങ്ങിയിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ തിരുവഞ്ചൂർ ജി ഒരു വാഗ്ദാനമാണ്. ഭാവിയിൽ മോഹൻ ഭാഗവത് ഒക്കെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. കോട്ടയത്തിനും വേണ്ടേ ഒരു മോഹൻ ഭാഗവത്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? കോട്ടയത്തെ ആ ആകാശപാതയിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി ആടിക്കൂടെ ജിക്ക്? അരുതേ, ആകാശപാതയിൽ തൊട്ട് കളിക്കരുതേ, ആകാശപാത പൊളിക്കരുതേ, എന്റെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ആകാശപാത പൊളിക്കാവേ എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ തിരുവഞ്ചൂർ ജിക്ക് ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നാട്ടിലുള്ളവർ മൊത്തം ചോദിക്കുന്നത്. RSSകാരെ ചുമ്മാ അങ്ങ് പുകഴ്ത്തുക, RSSകാരെ പുകഴ്ത്തി എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവുക, എന്നിട്ട് ഒരു എളുപ്പം കൂടാതെ ചിരിക്കുക. ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെയാണ് മൂപ്പരുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. കോൺഗ്രസിന്റെ ഒരു ഭാഗ്യേ. പിണുവിന്റെ പറഞ്ഞാ പോയാല് അടുത്ത ആഭ്യന്തരമന്ത്രി ആകാനുള്ള ആളാ ജി ആഭ്യന്തരമന്ത്രി ആയാല് എല്ലാ പോലീസുകാർക്കും പാന്റ് മാറ്റി ട്രൗസർ ആക്കും, കാക്കി ഷർട്ട് മാറ്റി വെള്ള ഷർട്ടാക്കും, പോരാത്തതിന് വെയിലത്ത് വെക്കുന്ന പോലീസുകാർക്ക് ഓരോ കരിക്കും കൊടുക്കും. എന്താ അല്ലേ?
കേരളത്തിന് ഒരു പുരോഗതിയൊക്കെ വേണ്ടേ?